സി ബേസിക്കലി ഐ എം എ റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട്. ഞാൻ അങ്ങനെ പറയുവാണ്, കണ്ടാലും ഒരു ലുക്കേ ഇല്ല, ഒരു റിച്ച് മാൻ്റെതായിട്ടുള്ള ഒരു ലുക്കും ഇല്ല. ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞടിയാണ് മൊത്തം പടത്തിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഈ പറയുന്ന കൊടുക്കൽ വാങ്ങൽ ഉണ്ടല്ലോ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും ഫീഡ്ബാക്ക് കൊടുത്തും ഒക്കെ നമ്മൾ ചെയ്തത്. നല്ല രസമായിരുന്നു. അപ്പോൾ ചില സിറ്റുവേഷനിൽ എനിക്ക് ചില സംഭവങ്ങളൊക്കെ എങ്ങനെ ഇടണ്ടേ എന്നൊക്കെ ഞാൻ ഇതുവരെ അങ്ങനെ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ഫ്രീഡം ബേസിലിൻ്റെ അടുത്ത് കിട്ടി. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ നൈസായിട്ടുള്ള ചിലൊരു മാനറിസം കാണിച്ചു തന്നത്. അടുത്ത് തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു കുറച്ച് കാലത്തേക്ക് ബ്രേക്ക് എടുക്കും ഈ പറയുന്ന ആക്ടർ എന്നുള്ള രീതിയിൽ. പിന്നെ കംപ്ലീറ്റ്ലി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ വർക്കിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോളിവുഡ് സിനിമയുടെ വർക്കിലാണ്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ബേസിൽ ഗ്രേസ് ആൻഡ് നുണക്കുഴി റൈറ്റർ കൃഷ്ണകുമാർ. ബേസിൽ ഗ്രേസ് നിങ്ങളുടെ കോംബോ ആദ്യമായിട്ടല്ലേ? അതെ, എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഗ്രേസ് മുമ്പ് 1-2 സിനിമകൾക്കൊക്കെ ആയിട്ട് ഗ്രേസുമായിട്ടുള്ള കോമ്പിനേഷന് വേണ്ടിയിട്ട് പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതായത് ഹ്യൂമർ ചെയ്യുന്ന ആക്ട്രസസ് കുറവാണല്ലോ മൊത്തത്തിൽ. പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഉണ്ട്, കൽപ്പന ചേച്ചി, ഉർവശി ചേച്ചി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനത്തെ സിനിമകളിൽ അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ വരുമ്പോൾ ഓപ്പോസിറ്റ് ആരെ കാസ്റ്റ് ചെയ്യുന്നുള്ള വിധത്തിൽ പലപ്പോഴും ഗ്രേസ് ഓപ്ഷനിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രൊജക്റ്റുകൾ പിന്നെ നടന്നിട്ടില്ല. ഇപ്പം നുണക്കുഴി വേണ്ടി വരെ. അതായത് അപ്പോൾ ഗ്രേസിൻ്റെ ആണെങ്കിലും പറഞ്ഞ കനകം കാമിനി കലകത്തിനും ഒക്കെ, അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സിലോ അല്ലെങ്കിൽ റോഷാക്ക്, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ പല തരത്തിലുള്ള ഗ്രേസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ നീറ്റായിട്ട് ഗ്രേസ് വളരെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ഒബ്സർവേഷനൊക്കെ പുള്ളിക്കാരിയുടെ പെർഫോമൻസിലൊക്കെ വളരെ ആലോചിച്ച് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര കാണാറുണ്ട്. പിന്നെ ഇൻബോൺ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, ഇൻസ്റ്റിങ്ക്റ്റുകൾ വളരെ ഭയങ്കര ഇംപ്രൂവൈസേഷനൊക്കെ ഭയങ്കര ഓൺ സ്പോട്ട് പുതിയ സാധനങ്ങളൊക്കെ ഇടും, ചെറിയ നുവാൻസ്ഡ് റിയാക്ഷനൊക്കെ ഇടും, ചെറിയ കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും. അത് ആ സിറ്റുവേഷനിൽ അത് ഭയങ്കരമായിട്ട് കയറുന്നത്. അപ്പൊ നുണക്കുഴിയിൽ അങ്ങനത്തെ കുറെ സിറ്റുവേഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞടിയാണ് മൊത്തം പടത്തിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഈ പറയുന്ന കൊടുക്കൽ വാങ്ങൽ ഉണ്ടല്ലോ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഹ്യൂമറാണ്. സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്യാരക്ടേഴ്സിന് ഭയങ്കര സീരിയസ് ആണ്, കാണുന്ന പ്രേക്ഷകർക്ക് അത് ഹ്യൂമറാണ്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു അതിന്റെ മൊത്തത്തിലുള്ള ആ ഒരു കോമ്പിനേഷൻ. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും ഫീഡ്ബാക്ക് കൊടുത്തും ഒക്കെ നമ്മൾ ചെയ്തത്. നല്ല രസമായിരുന്നു. അപ്പൊ ഹ്യൂമർ നന്നായിട്ട് അറിയുന്ന ഒരാളുടെ കൂടെ അത് ചെയ്യുമ്പോൾ അത് പ്രത്യേക ഇതാണ്. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ കൂടെ അങ്ങോട്ട് അവർക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, കൗണ്ടറൊക്കെ ഇച്ചിരി കൂടെ നന്നായിരുന്നെങ്കിൽ. ഇത് അതിന്റെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുനിന്നാണ് വരുന്നത്, എക്സ്പെക്ടേഷനിന്റെ അപ്പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ടുള്ള നമ്മൾ അങ്ങോട്ട് നോക്കി പറയുമ്പോൾ തിരിച്ചു കിട്ടുന്ന സാധനം, ഓഹോ നീ ഇങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല, കോമ്പറ്റീഷൻ. പക്ഷെ ഹെൽത്തി ആയിരുന്നു, നല്ല രസമായിരുന്നു. എങ്ങനെയായിരുന്നു തിരിച്ചു? സെയിം തന്നെ. എനിക്ക് ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് ജിത്തു സാറിൻ്റെ ഒരു പ്രൊജക്റ്റ് കിട്ടിയത്. അതിലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ബേസിലിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടേഴ്സ് രണ്ടും തമ്മിൽ ഭയങ്കര യുദ്ധം, നേരി കണ്ടവർ തമ്മിൽ കീരിയും പാമ്പും ആ അവസ്ഥയാണ്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇയാളെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം അതിൻ്റെ ഇടയിൽ അവരുടെ നിവൃത്തികേട് കൊണ്ട് ഇവര് നുണ പറയുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല കൃഷ്ണകുമാരേട്ടൻ എഴുതി വെച്ചേക്കണേ. കാരണം അത്രയും ഒരു ഗ്രൂപ്പ് പ്ലേ ഇതിനകത്ത് വേണം. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടറും അത്രയും നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്കത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ബേസിലിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്, ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു സെൻസിലേ എടുക്കത്തുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പോവാം, ഒന്നുകൂടെ ടേക്ക് പോവാന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും റെഡിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രേ ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ എനർജി എടുത്തിട്ടുള്ള ക്യാരക്ടർ ബേസിൽ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഭയങ്കര എനർജിയാണ് ഇയാൾക്ക്. ഇയാളുടെ എന്താ പറയുക, ഇയാൾക്കൊരു അറിവില്ലായ്മ കൊണ്ടാണ് ഇയാൾ ചെന്ന് ചാടുന്ന ഓരോ സാഹചര്യത്തില്. അപ്പൊ ഇയാൾക്ക് അതിനകത്ത് രക്ഷപ്പെട്ടു പോരാനായിട്ടുള്ള ഈ ഞാണമ്മേ കിടന്നുള്ള കളി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അത്രയും എനർജി വേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത്രയും എനർജി എടുത്തൊരു ഷോട്ട് എടുക്കുമ്പോൾ പോലും എൻ്റെ ചില ആഗ്രഹങ്ങൾ കൊണ്ട് റീടേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും എനിക്ക് ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പിന്നെ ചില സിറ്റുവേഷനിൽ എനിക്ക്
ചില സംഭവങ്ങളൊക്കെ എങ്ങനെ ഇടണ്ടേ എന്നൊക്കെ ഞാൻ ഇതുവരെ അങ്ങനെ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിനൊരു ഫ്രീഡം ബേസിലിൻ്റെ അടുത്ത് കിട്ടി. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ നൈസായിട്ടുള്ള ചിലൊരു മാനറിസം കാണിച്ചു തന്നത്. അതെനിക്ക് ഇടാൻ പറ്റി. ഞാൻ ഇട്ടത് ബേസിൽ ചെയ്യണ കണ്ടിട്ട് ഞാൻ അത് ഇട്ടത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരുമായിട്ടും. ഇപ്പോൾ 2 സിനിമ 12th മാനും കൂമന് ശേഷം വേറൊരു ജോണറാണ്, അതോ ഏറ്റവും റിസ്ക് ഉള്ള ജോണറാന്ന് പറയും. കാരണം ഇത് അല്ലേ വർക്കായില്ലെങ്കിൽ പാളി എന്ന് പറയുന്നൊരു, പക്ഷേ ഈ സിനിമയെ ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്നത് ഈ സിനിമ ഭയങ്കരമായി ചിരിപ്പിക്കുന്നു. കാരണം അവരത്ര ഉറപ്പ് വരുന്നുണ്ട്. ഇത് ഈ അഭിനയിച്ചു കഴിഞ്ഞ് ഇവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഈ എന്തെഴുതി വെച്ച് കഴിഞ്ഞാലും ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നതനുസരിച്ചാണ് ഹ്യൂമർ വർക്കാവുന്നത്. ഇപ്പം ഈ പണ്ട് ഭയങ്കര കോമഡി പടങ്ങളിൽ ലെജൻസ് ആയിരുന്ന ആൾക്കാർ ഇപ്പം സിനിമകൾ ചെയ്യാത്തത് തന്നെ അന്നത്തെ കാലത്തെ പോലെ ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഹ്യൂമർ ചെയ്യുന്ന പല ജനറേഷനിലുള്ള ആൾക്കാർ, ഞാനത് നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരു 90s ഭയങ്കരമായിട്ട് ഹ്യൂമർ ചെയ്തുകൊണ്ടിരുന്ന സിദ്ദിഖെ പോലൊക്കെയുള്ള ആൾക്കാർ, ബൈചേട്ടൻ, അവരെല്ലാം. പിന്നെ ഒരു 2000 ശേഷം വന്ന അജു, അങ്ങനെയൊക്കെയുള്ള സൈജു, അങ്ങനെയൊക്കെ അവർ. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഗ്രേസും ബേസിലും ഒക്കെ. അപ്പം നമുക്ക് പല ജനറേഷനിലുള്ള ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇതിനതിൽ വർക്കായിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസിലാണ് ഈ നമ്മൾ എന്തെഴുതി വെച്ച് കഴിഞ്ഞാലും ആർട്ടിസ്റ്റ് ഇതിനകത്തിൽ പെർഫോം ചെയ്താലാണ് ഹ്യൂമർ വർക്കാവത്തുള്ളൂ. ഒരു ഡയലോഗ് ഇപ്പം ഞാനത് എഴുതി വെച്ചിട്ട് ഞാൻ വായിക്കുമ്പോൾ പോലും ചിലപ്പോൾ ആൾക്കാർക്ക് ചിരി വരണം എന്നില്ല. ഞാനത് വായിച്ചു കൊടുത്തിട്ട് ഞാൻ പറയും ഇത് ബൈജി ചേട്ടനാണ് ഇത് പറയുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ഇത് ബേസിലാണ് ഇത് പറയുന്നതെന്ന് പറയും. എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുമ്പോഴാണ് ഓപ്പോസിറ്റ് എന്നാൽ അത് വർക്കാവും എന്ന് പറയുന്നത്. അത് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമർ പടം നിൽക്കുന്നത്. ഒരു സംശയമില്ല. അതെ അതെ, ബേസിലിനെ സംബന്ധിച്ച് ബേസിലിന് അഴിഞ്ഞാടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹ്യൂമർ. എന്ന് വെച്ചാൽ ബേസിലാണ് ഒരു ഹ്യൂമർ സിനിമ എന്ന് പറഞ്ഞാൽ അത് ഗ്യാരണ്ടീഡ് ആണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഹൈ എന്തായിരുന്നു? ആ കഥാപാത്രത്തിന്റെ ആവട്ടെ എന്തായിരുന്നു അത്? അല്ല, കഥാപാത്രത്തിന്റെ സിറ്റുവേഷൻസ് എനിക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അത് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സിറ്റുവേഷൻസ് നമുക്ക് ഭയങ്കര ഫേവറബിൾ ആണ് സ്ക്രിപ്റ്റിൽ. മൊത്തത്തിൽ ആ ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏത് എക്സ്റ്റെന്റ് വരെയും ചെയ്യാം. ഭയങ്കര ലൗഡാവാം, എങ്ങനെയൊക്കെ പോയാലും അത് ചിലപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കും. കാരണം സിറ്റുവേഷൻ അത്ര ഫേവറബിൾ ആവുന്നതുകൊണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. എനിക്ക് വായിച്ചപ്പോഴേ കഥ പറയുമ്പോഴും വായിക്കുമ്പോഴൊക്കെ അത് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറിന്റെ ആ ഒരു ജേർണിയിൽ എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഡെപ്തോ ഭയങ്കര ഡ്രാമയോ കോൺഫ്ലിക്റ്റുകളോ അല്ല ഇതിന്റെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു ഒറ്റ രാത്രി നടക്കുന്ന ഒരു പോപ്കോൺ എന്റർടൈനറാണ്, ഒരു കമേഴ്ഷ്യൽ പോപ്കോൺ എന്റർടൈനർ കാറ്റഗറി പെടുന്ന സിനിമയാണ്. ഒരു രാത്രി നടക്കുന്ന കഥയാണ്. അപ്പൊ അതിൽ വേറെ ഭയങ്കരമായിട്ടുള്ള ലേയേഴ്സോ അതൊന്നും അല്ല നമ്മൾ ക്യാരക്ടറിനെ ആലോചിക്കുന്നത്. നമ്മൾ പ്യുവർലി ഹ്യൂമർ, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന സ്പേസിൽ നമുക്കിത് കൺവിൻസിങ് ആണ്. ഇപ്പോൾ പണ്ട് പ്രിയൻ സാറിന്റെ ഒക്കെ സിനിമകളിലൊക്കെ അങ്ങനെ ഒരു സിനിമയായിട്ട് ഇതിനെ ഞാൻ കമ്പയർ ചെയ്യുന്നല്ല, പക്ഷെ അന്നത്തെ സിനിമകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ചെറിയ കഥകളൊക്കെ ആയിട്ട് കൺഫ്യൂഷൻ കേവോസ്, അവസാനം എല്ലാം കൂടെ കൂട്ടപരിശീലും, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പല ട്രാക്കുകളുണ്ട്. എന്റെ ട്രാക്ക് മാത്രമല്ല, ഗ്രേസിന്റെ ട്രാക്ക് വേറെ ട്രാക്കാണ്, സിദ്ദിഖിക്കയുടെ ട്രാക്ക് വേറെ ട്രാക്കാണ്, മനോജേന്റെ ട്രാക്ക് വേറെയാണ്, സൈജുചേട്ടന്റെ ട്രാക്ക് വേറെയാണ്. അങ്ങനെ പല ട്രാക്കുകളുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവൻ ആദ്യം ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവനൊരു കള്ളത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടില്ലായിരുന്നു. പക്ഷെ ഈ കഥാപാത്രത്തിൽ നിന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും അവരും പിന്നെ ഇവിടെ എത്തി, ഇവൻ അവിടെ എത്തി, അങ്ങനെ എത്തി, ഇങ്ങനെ എത്തിയൊക്കെയാണ് ഇവർ തമ്മിൽ അന്ന് രാത്രി കണ്ടുമുട്ടുന്നതും. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി മറയുന്നു അവരുടെയൊക്കെ പല പല പരിപാടികൾ. അപ്പൊ എല്ലാവർക്കും ഓരോ ബാക്ക് സ്റ്റോറീസും ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ കള്ളത്തരങ്ങളും ഉണ്ട്. ഇതെല്ലാത്തിനും ഒരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ ആ രസച്ചരട് പൊട്ടാതെ അവസാനം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ. അപ്പൊ അത് തന്നെയായിരുന്നു എന്റെ ഹൈ. ഈ പറയുന്ന അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അതിന്റെ ഭാഗമായിട്ട് ത്രില്ലർ സിനിമകൾ ചെയ്ത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ എങ്ങനെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിനെ കൺസീവ് ചെയ്യുന്നു, അതിന്റെ പ്രോസസ്സ് എന്തായിരിക്കും എന്നറിയാൻ എനിക്കൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ആക്ടർ എന്നുള്ള രീതിയിൽ. അപ്പൊ അതും എക്സൈറ്റിംഗ് ആയിരുന്നു. മുമ്പ് മൈ ബോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു സക്സസ് മോഡൽ ഓൾറെഡി അദ്ദേഹം നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും ഒരു കുറെ വർഷത്തിന് ശേഷം വീണ്ടും അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഹ്യൂമറിന്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും, ആൾക്കാരുടെ സെൻസിബിലിറ്റി മാറിയിട്ടുണ്ടാവും, ജനറേഷൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനത്തെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് റെലവെന്റ് ആയിട്ടൊരു ഹ്യൂമർ സിനിമ വീണ്ടും ഡെലിവർ ചെയ്യുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അതെങ്ങനെ അദ്ദേഹം അത് ഫുൾ ഓഫ് ചെയ്യും എന്നുള്ളതൊക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ആ പ്രോസസ്സിൽ എനിക്ക് ഭയങ്കര
കൺവിൻസിങ് ആയിരുന്നു. നമ്മളെല്ലാവരും ഒരേ പേജിലായിരുന്നു. ഹ്യൂമറൊക്കെ നമുക്കൊക്കെ വർക്കാവുന്ന ഹ്യൂമറാണ്. പ്രായത്തിന്റെ ഒന്നും വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. ഈ ട്രെയിലർ പറയുന്നുണ്ട് ഐ എം എ റിച്ച് മാൻ ഷോ സം റെസ്പെക്ട്. അത് ഞാൻ കേട്ട് ഭയങ്കര എൻജോയ് ചെയ്തു. അത് കേൾക്കാൻ വേണ്ടി പിന്നെയും ഞാൻ ട്രെയിലർ കണ്ടിരുന്നു. അപ്പോൾ ഡയറക്ടർ തന്നെ പറയുന്ന ബേസിൽ കൈ നിട്ടായിരുന്നു. അത് പറയാൻ പോകുന്നു. അത് ആ ഒരു തോന്നിയൊരു മൊമെന്റും പിന്നെ അത് ഭയങ്കര രസമുള്ള ഡയലോഗാണ്. അല്ല, അത് ഈ പറയുന്ന പുള്ളി ഒരു പ്രശ്നത്തിലകപ്പെട്ട്, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ ക്യാരക്ടറിൻ്റെ എന്ന് വെച്ചാൽ എബി സക്കറിയ എന്ന് പറയുന്ന വലിയ കാശുകാരനായിട്ടുള്ള ഒരാളുടെ മോനാണ്. കുറേ എസ്റ്റേറ്റുകളും കുറേ കമ്പനികളും ഒക്കെ ഉള്ള വലിയ കാശുകാരൻ. അപ്പോൾ അയാളുടെ ഒറ്റ മോനാണ്. അപ്പോൾ അയാൾ അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അറ്റാക്ക് വന്നിട്ടോ. അപ്പോൾ പെട്ടെന്ന് മരിച്ചു പോയി കഴിയുമ്പോൾ ഈ സ്വത്തെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ മകനാണ്. എന്നാൽ ആ മകനാണെങ്കിൽ ഇതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെച്യൂരിറ്റിയോ ഒന്നുമില്ല. ഇവനാണെങ്കിൽ വളരെ യങ്ങുമാണ്. എന്നാൽ ഇവന് ഇത്രയും വലിയ സ്വത്തൊന്നും ഏറ്റെടുക്കാനുള്ള ഒരു തരത്തിലുള്ള മെച്യൂരിറ്റി ഇല്ല. ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല. എന്നാൽ വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മ പറയുന്നുണ്ട്, മമ്മി എന്നാണ് വിളിക്കുന്നത്. മമ്മി പറയുന്നുണ്ട്, എടാ പോയി എന്തെങ്കിലും ചെയ്യാം, ഓഫീസിൽ പോയി ഇരുന്നാമെങ്കിലും മതി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഈഗോ ഉണ്ട്. ആൾക്കാരുടെ മുമ്പിൽ കുറഞ്ഞത് ഇവൻ പയ്യനായതുകൊണ്ട് ഇതൊരു കുറവായിട്ട് ആൾക്കാർക്ക് തോന്നുകയും ചെയ്യരുത്. അപ്പോൾ ആള് മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്, കോട്ട്. പക്ഷെ എന്നാൽ ഷോയ്ക്ക് ഒരു കുറവുമില്ല. അവൻ അവൻ്റെതായ രീതിയിൽ അത് ഷോ ഇറക്കും. ഈ പറയുന്ന പോലെ ഇന്നെന്താ ഫ്രഷ് ഫ്ലവേഴ്സ് ഇല്ലേ, ഞാൻ നട്ട്സ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എംപ്ലോയീസിൻ്റെ അടുത്തൊക്കെ ഫുൾ ആറ്റിറ്റ്യൂഡ്. മറ്റേ വരുമ്പോൾ ഗ്ലാസ് ഡോറിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കും. അപ്പോഴാണ് അസിസ്റ്റന്റ് തുറന്നു കൊടുക്കണം, എന്നാലേ പുള്ളി കയറുള്ളൂ, അല്ല സ്വന്തം ഒന്നും തുറക്കൂല. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. അത് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെയാണ് കളിയ. എന്നിട്ട് ഈ പറയുന്ന പോലെ ക്യാബിനിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ഗെയിം കളിച്ചോണ്ടിരിക്കല പണി, വേറൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരുത്തൻ പെട്ടെന്ന് ഒരു അബദ്ധത്തിൽ ചെന്ന് വിടുന്നു. അബദ്ധത്തിൽ ചെന്ന് വിട്ട് കഴിഞ്ഞ് പിന്നെ അവന്റെ കയ്യിൽ നിന്ന് പോവാണ്. പിന്നെ അവന്റെ ഐഡന്റിറ്റി ഒന്നും ആർക്കും അറിയുന്നില്ല. അവൻ രാത്രി പെട്ട് 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 അപ്പൊ അങ്ങനത്തെ നിൽക്കുന്ന മൊമെന്റിലൊക്കെ ഇവന് പറയേണ്ടി വരുവാണ്, സി ബേസിക്കലി ഐ എം എ റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട്. അങ്ങനെ പറയുവാണ്. കണ്ടാലേ ഒരു ലുക്കേ ഇല്ല, ഒരു റിച്ച് മാൻ്റെതായിട്ടുള്ള ഒരു ലുക്കും ഇല്ല. അപ്പൊ പല അവസരങ്ങളിലായിട്ടും സിറ്റുവേഷന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അവന്റെ കോട്ട് മാറുന്നു, അവന്റെ ഡ്രസ്സേ മാറുന്നു, വേറെ ഡ്രസ്സൊക്കെ മാറി, ഒരു സാധാ ടീഷർട്ടും പാൻറ്റൊക്കെ ആയിട്ടൊക്കെ മാറി. അപ്പൊ പിന്നെ ഒരു തരത്തിലും ഇവനെ കണ്ട കാശുകാരനായിട്ട് തോന്നത്തേ ഇല്ല, ലുക്കില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലത്തെ. അപ്പൊ പറഞ്ഞ് വലിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. സി സാർ ഐ എം എ റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട്. അത് തന്നെ ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു കുറവുമില്ല, കാല് പിടിക്കലും അല്ല. സി ഐ എം എ റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇത് പല സ്ഥലത്തായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് അല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ പറയണം തോന്നി. ശരിക്കും ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞാൻ ഒരു ഡയറക്ടറാണ്, കുറച്ച് റെസ്പെക്ട് കാണിക്കുക. അല്ലെങ്കിൽ പടം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. കുഞ്ഞിരാമായണം പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അന്നേരം പിന്നെ ഡയറക്ടർ ആവുന്നേ ഉള്ളൂ. ഡയറക്ടർ ആവാനുള്ള പ്രോസസ്സാണല്ലോ. ആയി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടില്ല. ആയി കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പറയേണ്ടി. ഇപ്പൊ ഗ്രേസിന്റെ ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാലേ നമ്മുടെ നാഗേന്ദ്രൻ ഹണിമൂണിലെ കണ്ടു, ബേസിൽ കണ്ടോ? അതിനെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. ഞാൻ അത് സൂചിപ്പിക്കാൻ കാരണം ഒന്ന് തെറ്റിയാൽ പാളിപ്പോകുന്ന കഥാപാത്രമാണ്. പക്ഷെ ഗ്രേസിന്റെ കയ്യിൽ അത് ഭദ്രമായിരുന്നു. ഇപ്പം ബേസിൽ തന്നെ പറഞ്ഞ പോലെ ഭയങ്കരമായി ഒബ്സർവ് ചെയ്തിട്ട് വൃത്തിയോട് ചെയ്യുക എന്നുള്ളത്, അങ്ങനെയുള്ള നടിമാരുണ്ടാവുക എന്നുള്ളതും റെയറാണ്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ ഇതിലേക്ക് എത്തുന്നത്? ഒരു ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് ഗ്രേസ് ഒബ്സർവ് ചെയ്തതിന്റെ കാര്യം ഇപ്പൊ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. ഗ്രേസിന്റെ ആദ്യം ഒബ്സർവേഷന്റെ കാര്യം പറഞ്ഞപ്പോഴും എന്റെ മനസ്സിലേക്ക് അതാ വന്നത്. അത് ഗ്രേസ് ഇങ്ങനെ അവിടെ സെറ്റിൽ വന്നപ്പോ ഈ ആ ഹണിമൂൺ നാഗേന്ദ്രൻസ് ഹണിമൂണിൽ ഗ്രേസ് എന്തോ കാലും കൊണ്ട് മണ്ണ് ഇങ്ങനെ ചവിട്ടിത്തെറിപ്പിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അത് ഗ്രേസിന് കിട്ടിയത് അവിടെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കുതിര ഇങ്ങനെ കാലും കൊണ്ട് മണ്ണ് തെറിപ്പിക്കുന്ന കണ്ടു. അപ്പൊ അത് നോട്ട് ചെയ്തു. ഓക്കെ, കുതിരകൾ ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നോട്ട് ചെയ്തിട്ടാണ് ഗ്രേസ് തന്നെ ഞാൻ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. വെരി സീരിയസ്. അങ്ങനെ തന്നെയാ ഗ്രേസിനത് കിട്ടിയത്. അങ്ങനെ അത് സീനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തതാണ്. ആ ക്യാരക്ടറിന്റെ ഒരു മാനേഴ്സുമായിട്ട് പിടിച്ചാണ്. നാളെ മുതൽ ബേസിലും പുറത്തിറങ്ങിയിട്ട് മൃഗങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്ത് നോക്കാൻ പോകണം. അല്ല, പക്ഷെ അത് നല്ല, എനിക്കത് ഞാൻ തമാശക്ക് പറഞ്ഞതാണെങ്കിൽ അടിപൊളിയാണല്ലോ ആക്ച്വലി. അതായത് ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആക്ടർ എന്നുള്ളത്. അത് എല്ലാത്തിനും ഒബ്സർവ് ചെയ്തു. അത് ഉഗ്രനാണ് ആക്ച്വലി. ഈ പറയുന്ന ഒരു കുതിര കാലം കൊണ്ട് ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ആ ക്യാരക്ടറിന് അത് വെച്ചാൽ അത് ചിലപ്പോൾ വേറൊരു രീതിയിൽ ആ ക്യാരക്ടറിന് വേറൊരു ലെയർ കൊടുക്കുക. അപ്പോൾ ഒരു സീനിൽ മാത്രമല്ല, തുടർന്നുള്ള പല സീനുകളിലും ഈ മാനറിസം കൊടുക്കുന്നു.
അത് ഉഗ്രൻ ഒബ്സർവേഷൻ ആണല്ലോ. ഈ പറയുന്ന ആക്ടിങ് ട്രെയിനിങ്ങിലൊക്കെ ആക്ച്വലി മൃഗങ്ങളുമായിട്ടുള്ള കമ്പാരിസണിൽ ആക്ടിങ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഫോക്സ് കുറുക്കനെ പോലെ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ പൂച്ചയെ പോലെ ആയിരിക്കും ഈ സീനിൽ, അങ്ങനെ ലയൺ ആക്ടേഴ്സിനെ ഒരു ആനിമലുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ആക്ടിങ്. കന്മതത്തില് ലോഹിത് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇരയെ പിടിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു സിംഹത്തെ പോലെ മഞ്ജു വാര്യരോട് അനിയത്തി ശല്യം ചെയ്യുന്ന ആള് വരുമ്പോ പറയണം അങ്ങനെ. അത് ആക്ടിങ്ങിന്റെ ട്രെയിനിങ്ങിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയുന്ന അങ്ങനത്തെ ഒരു പ്രോസസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു അക്കാഡമിക് പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ ക്യാരക്ടറിന് ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ നോർമലി ആൾക്കാരെ നിൽക്കുന്ന പോലെ ഒന്നും ഇവര് നിക്കത്തില്ല. അപ്പം പോരാത്തതിന് ഇവരുടെ വീട്ടിലൊരു കുതിര ഇവിടെ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പരിപാടിയൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം. പുള്ളിക്കാരിക്ക് കുതിര ഓടിക്കാൻ അറിയാം, കുതിരയ്ക്ക് കൊടുക്കുന്ന മറ്റേ സാധനമൊക്കെ പുള്ളിക്കാരി മേടിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇട്ട് അടിക്കും. അപ്പം എന്തായാലും കുതിര ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ലൈഫിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ തോന്നിയത്. ഡയറക്ടറോട് പറഞ്ഞപ്പോൾ ഡയറക്ടർ വില്ലിങ് ആയിരുന്നു, യെസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ ചെയ്തപ്പോഴത്തേ സുരേട്ടൻ ചിരിച്ചു പോയി. സുരേട്ടൻ അത് എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ അതേ സാധനം പെണ്ണാണാൻ വന്ന അപ്പൊ പിന്നെ അത് ഒരെണ്ണം ചെയ്ത് അവിടെ വെക്കാന്നല്ല, പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരു സീനിൽ ഈ പറഞ്ഞ പോലെ അത് വീണ്ടും ഒരു കുതിരയുടെ പരിപാടി വീണ്ടും ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഒബ്സർവേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ ഇതിലേക്ക് വരുമ്പോ ഇതിൽ കുറച്ച് ടെൻഷനാന്ന് തോന്നുന്നു, കുറച്ച് സ്ട്രെസ്ഡ്. ഇതില് സിറ്റുവേഷൻ കൊണ്ട് ഈ ക്യാരക്ടറിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. അവര് എന്തും ചെയ്യാനായിട്ട് വില്ലിങ് ആയി അവസാനം വന്ന് പെടുന്നതാണ് എവി സക്കറിയയുടെ കൈ അടുത്ത്. ഓക്കെ, അവിടുന്ന് ഒരു ഈ പറഞ്ഞ പോലെ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല. ഇയാൾ എന്നോടും പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ആ കമ്പനിയുണ്ട് ഈ കമ്പനിയുണ്ട്, പക്ഷെ ഇയാളുടെ ലുക്ക് കൊണ്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പൊ ഇയാൾ കാർഡുകളൊക്കെ എടുത്ത് വീശു തന്നെ എന്റെ മുമ്പിൽ, നോക്ക് ഇതൊക്കെ എന്റെ ആ കാർഡ് ഈ കാർഡ് നോക്ക്, ഇതൊക്കെ എനിക്ക് ഇത്രയും കമ്പനിയുള്ള ഒരാളാണ്. പക്ഷെ ഇത്രയും കമ്പനിയുള്ള ഒരാൾ വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് പറയേണ്ട സംഭവങ്ങളൊന്നും അല്ല പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന തമാശ, ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് പുള്ളിക്കാരിയായിട്ടുള്ള എൻകൗണ്ടർ. ഒരു തരത്തിലും വിശ്വസിക്കില്ല. അതിന്റെ ഇടയ്ക്ക് രണ്ടുപേരും സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ എന്റെ രീതിയിൽ മാക്സിമം തർക്കിച്ചു നിൽക്കും, പുള്ളിയുടെ രീതിയിൽ മാക്സിമം തർക്കിച്ചു നിൽക്കും. അങ്ങനെ വിട്ടുകൊടുക്കാത്ത ഒരു സാഹചര്യം. പക്ഷെ എന്നാ രണ്ടുപേർക്കും ഈക്വലി ഹെൽപ്പ് ചെയ്യേണ്ടി വരേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇതിൽ കാസ്റ്റ് ഭയങ്കര രസമാണ് കേട്ടോ. കാരണം അല്ലെ, ഇപ്പൊ മനോജേട്ടനാവട്ടെ, സിദ്ദിഖ, ആ ഒരു ടീമും ബൈചേട്ടനായിട്ട് കോമ്പോ ഉണ്ടായിരുന്നോ? എന്നാണ് ഏറ്റവും കൂടുതൽ കോമ്പോ. വൈചേട്ടൻ ഫുൾ ത്രൂ ഔട്ട് ഉണ്ട്. വൈചേട്ടൻ പൊളിച്ചിട്ടുണ്ട്. ഭയങ്കര സെറ്റിൽ എങ്ങനെ ഈ തഗ് തന്നെയാണ്. പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആസ് എ ആർട്ടിസ്റ്റും ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈചേട്ടൻ. വൈചേട്ടൻ ചിരിച്ച് നമ്മൾ വൈചേട്ടന്റെ കാര്യം ചിരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കണ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇനിയിപ്പോ അഭിനയിക്കണമല്ലേ എന്നുള്ള, കാരണം പുള്ളിയുടെ തഗ് അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. അതിന്റെ കൂടെ മനോജേട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും മറ്റേ കീരിയും പാമ്പും. തഗടിയൊക്കെ ആണെങ്കിലും പുള്ളി മറ്റേ ഭയങ്കര എന്താ പറയാ, അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ എപ്പോഴും എന്റെ മോളിനൊക്കെ ഭയങ്കര കാര്യം. എന്റെ മോള് ഹോപ്പ് അവിടെ ഹോപ്പ് എന്ന് പറയുന്നത് ഹോപ്പിനെ കൊണ്ടുപോകുക, അങ്ങനെ ഹോപ്പിന് ലൊക്കേഷനിൽ കൊണ്ടുപോകുക. കൊച്ചുകുട്ടികളുടെ മനസ്സാ പുള്ളി. അതല്ല മുമ്പേ പറഞ്ഞു എന്നെ ഒരുത്തും പോടാന്ന് വിളിച്ചു. അത് പുള്ളിക്ക് ഫീൽ ചെയ്തു. എന്റെ പോസ്റ്റിന് താഴെ വന്നൊരുത്തൻ പോടാന്ന് കമന്റ് ഇട്ടു. പുള്ളിക്ക് ഭയങ്കര വിഷമമായത്. നീ പോടാന്ന് പറഞ്ഞത് വിഷമായത്. ഈ മനോജേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ ചെന്ന് ഇങ്ങനെ രഹസ്യമായിട്ട് പറയും, എടാ നീ അങ്ങനെ ചെയ്യടാ, നീ ഇങ്ങനെ വാ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ഇവര് തമ്മിലൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പാലത്തിലൊക്കെയുള്ള ഇവരുടെ തമ്മിലുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര അവര് തമ്മിൽ ഭയങ്കര സെറ്റ് ആയിട്ടുള്ള ഓരോ പരിപാടി. മനോജേട്ടനും ബൈച്ചേട്ടനും ഭയങ്കര കമ്പനിയാണ്. അവര് പണ്ട് മുതലേ ഒരുമിച്ച് സിനിമയിൽ വന്ന ആൾക്കാർ. അപ്പൊ അവര് ഭയങ്കര റാപ്പുമാണ്. നമ്മള് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തగ్గടിച്ച് ഇന്റർനാഷണലൊക്കെ രസമായിരുന്നു പുള്ളിക്കാരൻ കോമ്പിനേഷൻ. ഇപ്പൊ ബേസിലിനെ സംബന്ധിച്ചേ ഒരു വലിയ പ്രോജക്റ്റ് പണിയിലാണെന്ന് കുറച്ച് നാൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വരുന്ന സിനിമകളൊക്കെ ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല, ഞാൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ ബ്രേക്ക് എടുക്കണം എന്നാണ് ഞാൻ ഇപ്പൊ അടുത്ത് തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു കുറച്ച് കാലത്തേക്ക് ബ്രേക്ക് എടുക്കും ഈ പറയുന്ന ആക്ടർ എന്നുള്ള രീതിയിൽ നിന്ന്. പിന്നെ കംപ്ലീറ്റ്ലി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ വർക്കിലായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോളിവുഡ് സിനിമയുടെ വർക്കിലാണ്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ ചോദിച്ചിട്ട് ഇതിലേക്ക് വന്നത്. അല്ല, നിങ്ങൾ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു സംസാരിച്ചിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയുടെ പേര് പറയൂ ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയൊക്കെ വളർച്ചു ചോദിക്കണം. അല്ല, അടുത്ത മലയാളം സിനിമ ഏതാ ഡയറക്റ്റ് ചെയ്യുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ആലോചന നടക്കുന്നു. ഓക്കെ, ഗ്രേസിന് വേറെ പ്രോജക്റ്റുകൾ? ഇനിയിപ്പം ഇത് റിലീസുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു തമിഴ് പടം ചെയ്തിരുന്നു.
പേരൻപിന്റെ ഡയറക്ടർ റാം സാറിന്റെ പടം ചെയ്തിരുന്നു, അത് റിലീസിനുണ്ട്. പിന്നെ എക്സ്ട്രാ ഡീസെന്റ് എന്ന് പറഞ്ഞ സുരാജേട്ടൻ്റെ ഒരു പടം ചെയ്തിരുന്നു, അതും റിലീസുണ്ട്. ഓക്കെ, അപ്പോൾ സിനിമ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഫണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ തിയേറ്ററുകൾ ചിരിച്ചു മറിയാൻ തയ്യാറായിട്ട് എല്ലാവരും വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.